ദൈവനാമത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഫിലിപ്പിയര് കഴിഞ്ഞിട്ട് കൊളോസ്യ ലേഖനം 2:23 ഈ ആശയത്തെ പൗലോസ് പൂർണ്ണമാക്കുന്നത് കൊളോസ്യ ലേഖനത്തിൽ വെച്ചാണ്. എൻ്റെ മക്കളെ, നിങ്ങൾ രാത്രിയും പകലും സമയം കിട്ടുമ്പോഴൊക്കെ കർത്താവിൻ്റെ വചനം പതുക്കെ ഇരുന്ന് ഈ കാലഘട്ടത്തിൽ ധ്യാനിക്കണം. നിങ്ങൾക്ക് ദൈവത്തിനെക്കുറിച്ച് എപ്പോഴും നിങ്ങൾ മക്കളെ, വീട്, ജോലി, കടങ്ങളിങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടന്നാൽ നിങ്ങളുടെ ക്ലേശം വർദ്ധിക്കും. മരുമകൾ, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ അവരെ കെട്ടിച്ചു വിട്ടിരിക്കുന്ന വീട്, അവരുടെ പ്രസവം, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ അഡ്മിഷൻ, ഇങ്ങനെ ഈ ലോകായികമായ കാര്യം തന്നെ എപ്പോഴും ചിന്തിച്ച് നടന്നാൽ നിങ്ങളുടെ ക്ലേശം വർദ്ധിപ്പിക്കും. അത് കുറേ ദൈവത്തിന് ഏൽപ്പിക്കുക. കർത്താവിന് ഇഷ്ടം പോലെ ചെയ്യട്ടെ, കർത്താവെല്ലാം നല്ലതുപോലെ ചെയ്യത്തുള്ളൂ. അവിടെ നിന്നെല്ലാം നല്ലതുപോലെ ചെയ്യണമെന്നല്ലേ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കണത്. എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൻ്റെ വഴികളും കർത്താവിൻ്റെ വചനങ്ങളും അന്വേഷിക്കണം. കുറേ സമയം, ഈ ഏറ്റവും നല്ല കാലമാണിത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമാണ് കടന്നു പോണത്. ആവശ്യത്തിന് സമയമുണ്ട്, പ്രാർത്ഥിക്കാൻ നേരമുണ്ട്, നമുക്കൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. പ്രാർത്ഥികർത്താവായ ദൈവമേ, ഈ ഒരു നല്ല കാലത്തെ കർത്താവേ, എനിക്ക് അങ്ങേ അറിയുവാനും അങ്ങയുടെ വചനം ഗ്രഹിക്കുവാനും എന്റെ ജീവിതം പ്രാർത്ഥനയിലെ കൂടുതൽ വ്യാപരിക്കുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പം സുഭിക്ഷത. ഇപ്പം ഫിലിപ്പിയർ 4:12 നമ്മൾ വായിച്ചില്ലേ അവസാനം? സുഭിക്ഷതയിലും ദുർഭിക്ഷതയിലും എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഇതൊരു പരിശീലന കാലഘട്ടമാണ്. എന്തെങ്കിലും കുറഞ്ഞു പോയെന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ ബഹളം ഉണ്ടാക്കരുത്. എന്തെങ്കിലും ഇപ്പം കുറവിൻ്റെ കാലമാണിത്. പക്ഷേ ബഹളം ഉണ്ടാക്കാതെ ഇരിക്കണത് നിങ്ങളുടെ തമ്മിലുള്ള ധാരണയുടെ പുറത്തായിരിക്കരുത്, മറിച്ച് കർത്താവിൻ്റെ നാമത്തിലായിരിക്കണം. പല പല വിഷയങ്ങളും വ്യക്തികൾക്ക് കുറവുണ്ടാകുന്നുണ്ട്, വിഭവങ്ങൾക്ക് കുറവുണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഫിലിപ്പിയർ 4:12 അനുസരിച്ചുള്ള ദുർഭിക്ഷതയുടെ കാലമാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് കുറവുണ്ട്, അയാൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണില്ല, അയാൾക്ക് തോന്നിയ പോലെ ചെയ്യണത്, അയാളുടെ വീക്ക്നെസ്സാണ്, കുറവാണ്. ആ ദുർഭിക്ഷതയാണ് ശരിക്കും. ആ ദുർഭിക്ഷതയെ നമ്മളെന്താ ചെയ്യണത്? ആ ദുർഭിക്ഷത വെച്ചുകൊണ്ട് അത് കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ, കർത്താവിൻ്റെ ശക്തി അങ്ങനെ വരണത്. എന്തെങ്കിലും പോരായ്മകളും കുറവുകളും അത് വ്യക്തിക്കുണ്ടായാലും വിഷയത്തിനുണ്ടായാലും വിഭവത്തിനുണ്ടായാലും അത് കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കുമ്പോഴേ കാര്യം കുറവെന്ന് അപ്പോഴേ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ശക്തരായി മാറും, കൃപയായി മാറും. അച്ഛൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? വിഭവങ്ങൾ, വിഷയങ്ങൾ, വ്യക്തികൾ, അതിൻ്റെ കുറവിനാണ് ദുർഭിക്ഷതയെന്ന്
ഫിലിപ്പർ 4:12 പറയണത്. അത് നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ എടുക്കുമ്പോൾ കർത്താവ് നമ്മളെ ശക്തനാക്കാൻ അതൊരു കാരണമാകും. കാരണം കർത്താവിനെ ശക്തനാക്കണം എങ്ങനെയാണ്? 4:23 അനുസരിച്ച് കൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ കൃപ നമ്മുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴാണ് ആത്മാവിനെ ശക്തിപ്പെടുകയാണ്. അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെയുള്ള കാലങ്ങളിൽ കൂടുതൽ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തൊടുക. അതുകൊണ്ട് പൗലോസ് പറയാം, പൗലോസ് ഭയങ്കര കൃത്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഉപയോഗിക്കുമ്പോൾ സ്പർശിക്കരുത്. കണ്ടോ? കൊളോസ്യസ് 2:21. കൊളോസ്യസ് 2 അതിമനോഹരമായ ഒരു വചനമാണ്, ഇതിൻ്റെ കൂടെ വായിക്കാവുന്നതാണ്. കൊളോസ്യസ് 2:21. സ്പർശിക്കരുത്, രുചിക്കരുത്, കൈകാര്യം ചെയ്യരുത് എന്നീ നിബന്ധനകൾ നിങ്ങൾ എന്തിന് വിധേയരാകുന്നു? നമ്മുടെ ദുർഭിക്ഷതയെല്ലാം നമ്മൾ സ്പർശിക്കുന്നതോ അതുപോലെ കൈകാര്യം ചെയ്യുന്നതോ ചെയ്യാത്തതാണ് വരണത്. നമ്മൾ കൈകാര്യം ചെയ്ത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പൗരസ്ത്യ പറയുമേ നോക്കി, ഉപയോഗിക്കുമ്പോൾ 2:22 ഫിലിപ്പ് കൊളോസ്യസ് 2:22. ഉപയോഗിക്കുമ്പോൾ ഏറ്റു പറഞ്ഞേ, ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്നതിനെ കുറിച്ചുള്ളതാണ് ഈ നിബന്ധനകൾ. ഇവ വെറും മാനുഷ്യമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളുമാണ്. അതായത് ഈ ദുർഭിക്ഷത വരുമ്പോഴെന്തും അത് സ്പർശിക്കരുന്നതും നമ്മൾ രുചിക്കുന്നതും ഒക്കെയാണ് കാര്യങ്ങൾ. അത് എന്തൊക്കെ തന്നെയായാലും ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകും. നമ്മൾക്ക് ഇന്നില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറയണില്ല. അതിനാണ് സ്പർശിക്കരുത്, രുചിക്കരുത് എന്നൊക്കെ പറയണില്ല. അതില്ല, ഇതില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നിരാശപ്പെടുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യണില്ലേ? ഈ വിഷയം വെറും മാനുഷികമാണ്. ഇതിനെക്കുറിച്ച് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് എന്നാണ് പറയണത്. കാര്യം എന്താണ്? ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകും. എന്ത് മനോഹരമായ വചനമാണ്, നിങ്ങളത് വായിച്ച് നോക്കണം ശരിക്കും. ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകും. നശിച്ചു പോകാത്തതിനെക്കുറിച്ചാണ് വിശ്വാസി എപ്പോഴും ഇങ്ങനെയുള്ള സമയത്ത് ചിന്തിക്കേണ്ടത്. ഇതെല്ലാം നശിച്ചു പോണതാണ്, നശിച്ചു പോകാത്തതിനെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഈ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിലാക്കിയിരിക്കേണ്ട കാര്യം അതാണ്. ഇത് പൗലോസിൻ്റെ അതിശക്തമായ വിശ്വാസ ജീവിതമാണ്. എൻ്റെ മക്കൾ ഓർക്കണേ, ഇതെല്ലാം ജയിലിൽ വെച്ച് എഴുതിയാണെന്ന് ഓർക്കണം കേട്ടോ. നമ്മളെക്കാൾ കഷ്ടപ്പെട്ട അവസ്ഥയിൽ എഴുതിയിട്ടുള്ളതാണിത്. ദാറ്റ് മീൻസ് നമ്മുടെ ഫെയ്ത്ത് ഈസ് ആപ്റ്റ് ടു സച്ച് എ റെഫറൻസ്. അത്തരമൊരു കാര്യങ്ങൾക്ക് വേണ്ടി, അത്തരമൊരു ജീവിത ദുരിതങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി മാത്രം അവർ ഫെയ്ത്ത് ഈസ് കേപ്പബിൾ. തൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് നമ്മൾ 1:12 വായിക്കുന്നില്ലേ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ? ആ കഴിവെന്താണ്? അത് ഈ കഴിവാണ്. എന്ത് കഴിവാണ്? എല്ലാ ദുർഭിക്ഷതയിലും എന്നെ ശക്തനാക്കുന്നതിലൂടെ സന്തോഷിക്കാനുള്ള കഴിവാണ് ദൈവമക്കളുടെ കഴിവ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ക്രിസ്തീയത അതിമനോഹരവും അതീവ ഹൃദ്യവും ലോകത്തെ ജയിക്കുന്നതുമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, ഭയപ്പെടരുത്. എന്താണ്? ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ. ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത്. പൗലോസിൻ്റെ വചനങ്ങളാണ്. ഹെബ്രായർ 10:35. ഇതൊക്കെ ഓരോ ദിവസവും സംഭവിക്കുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവില്ല കുടുംബത്തിൽ. അതൊക്കെ ഓർത്തിട്ട് ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത്. എന്താ കാര്യം?
ഹെബ്രായർ 10:35 അനുസരിച്ച് പൗലോസ് പറയും, ആത്മധൈര്യം നഷ്ടപ്പെടുത്തി കളയരുത്. എന്താണ് കാരണം? അതിന് വലിയ റിവാർഡ് വരാനിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ റിവാർഡിനെ നോക്കിപ്പാറ്റ് അതിന് വലിയ പ്രതിഫലം സിദ്ധിക്കാനിരിക്കുന്നു. ദൈവത്തിലെ നീ കർത്താവിൻ്റെ നാമത്തെ അനുഭവിക്കുന്ന ഓരോ ദുർഭിക്ഷതയില്ലേ, അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അക്സെപ്റ്റ് ചെയ്ത് സ്വീകരിച്ച് കഴിയുമ്പോഴേ ആത്മധൈര്യം നീ കൈവശപ്പെട്ട ഈ ആത്മധൈര്യത്തെ നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? വിശ്വാസത്തിൽ നിന്നാണ് ആത്മധൈര്യം കിട്ടുന്നത്. വിശ്വാസം നിലനിൽക്കാനാണ് ഈ പറയണത്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് നേഹ. ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് 2025 ഏപ്രിൽ 26-നാണ്. എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിനും പരിശുദ്ധ അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. ഞാനിന്നിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. ഞാൻ IELTS പഠിക്കാൻ വേണ്ടിയിട്ട് +2 കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചായിരുന്നു. എനിക്ക് ന്യൂസിലൻഡിൽ പോയിട്ട് BSW പഠിക്കാനായിരുന്നു ആഗ്രഹം. ഞാനിവിടെ ആദ്യമായിട്ട് വന്നത്, എൻ്റെ ഫാമിലിയിൽ കുറച്ച് പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം അവരൊക്കെ സാക്ഷ്യം കേൾക്കുന്നതിൽ കൂടെ ഒക്കെ കേട്ടാണ് ഞാൻ അമ്മ മാതാവിനെ പറ്റിയും ഒക്കെ കൃപാസനത്തെ പറ്റിയൊക്കെ അറിഞ്ഞത്. അങ്ങനെ ഞാൻ IELTS പഠിക്കുന്ന സമയത്ത് എല്ലാ ഫ്രൈഡേയ്സും ഞങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് റീഡിങ് മൊഡ്യൂളിൽ ഒരിക്കലും എനിക്ക് വേണ്ട സ്കോർ കിട്ടത്തില്ലായിരുന്നു. 6.5 ആണ് എനിക്ക് വേണ്ട സ്കോർ. പക്ഷേ എനിക്ക് എപ്പോഴും 4.5ഉം 4ഉം ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ബാക്കി മൊഡ്യൂൾസൊന്നും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് ആയപ്പോൾ ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ടും എനിക്ക് റീഡിങ് മൊഡ്യൂളിന് ഒരിക്കലും മാർക്ക് കൂടുന്നേ ഇല്ലായിരുന്നു. കാരണം ലാസ്റ്റായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത മോക്ക് ടെസ്റ്റിന് വരെ എനിക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സ്കോറാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു. അത് കാരണം അതിൻ്റെ ബാക്കി മൊഡ്യൂൾസിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ഒപ്പും അതേപോലെ ഞാൻ വിശ്വാസ പ്രമാണവും ചൊല്ലിയിട്ടാണ് എക്സാമിന് കയറിയത്. ഞാൻ എല്ലാ എക്സാംസിനും വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് കയറിക്കൊണ്ടിരുന്നത്. അപ്പം റീഡിങ് മൊഡ്യൂൾ എനിക്ക് കിട്ടിയ പേപ്പർ ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, എല്ലാ റീഡിങ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് എനിക്ക് മാതാവ് ഈശോയും തന്നത്. ഏറ്റവും എളുപ്പമായിട്ട് എനിക്കത് എഴുതാൻ പറ്റി. എനിക്ക് ആൻസേഴ്സൊക്കെ വേഗം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ടൈം മാനേജ്മെൻറ്റ് എനിക്ക് എപ്പോഴും ഒരു ഇഷ്യൂ ആയിരുന്നു. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമായിട്ട് അവിടെ വന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ, റീഡിങ്ങും ലിസണിങ്ങും ഒരൊറ്റ ഷീറ്റിലാണ്, നമ്മൾ 2 സൈഡിലായിട്ടാണ് എഴുതുന്നത്. അപ്പം അത് ഇൻവിജിലേറ്റേഴ്സ് എപ്പോഴും മാറിപ്പോവരുതെന്ന് പറയും. ഞാനത് ശ്രദ്ധിച്ച് തന്നെ എഴുതിയത്. പക്ഷേ ലാസ്റ്റ് കുറച്ച് ടൈമും കൂടെ ബാക്കിയുള്ളൂ. ആ സമയത്ത് എൻ്റെ അടുത്തൂടെ പോയ ഒരു ഇൻവിജിലേറ്റർ എന്നോട് പറഞ്ഞു, ഞാൻ എഴുതിയതിൽ ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് അത് എഴുതിയേക്കുന്നത് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞു തരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ സമയത്ത് എൻ്റെ ഈശോയും മാതാവും തന്നെയാണ് എന്നോട് സഹായിച്ചത്. ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. കാരണം അപ്പോൾ അത് പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ ഞാനത് അങ്ങനെ തന്നെ എഴുതി മൊത്തം എനിക്ക് 2 മൊഡ്യൂൾസും ക്യാൻസലായി പോയേനെ. അങ്ങനെ ഉള്ള സമയത്ത് ഞാനത് വേഗം ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി. അപ്പം ചെറിയൊരു കോൺഫിഡൻസ് പറഞ്ഞു, എഴുതിയിൽ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ എന്നൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതേപോലെ റൈറ്റിംഗ് മൊഡ്യൂളിന് ഞാൻ നന്നായിട്ട് എഴുതിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ എനിക്കൊരു ഫസ്റ്റ് 50 മിനിറ്റ്സ് എനിക്കൊന്നും എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുൾ ബ്ലാങ്ക് ഔട്ടായി പോയി. ഞാൻ പോയിൻറ്റ്സ് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് 50 മിനിറ്റ്സ് അങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചപ്പം എനിക്കിങ്ങനെ ഒരു തോന്നലുണ്ടായി, ഈ പോയ സമയം പോട്ടെ, ഇനിയുള്ള സമയത്ത് നീ പിടിച്ചു കയറാൻ നോക്കുന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ അതിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന പോയിൻറ്റ്സും കിട്ടിയതൊക്കെ വെച്ച് ഞാൻ എഴുതി. ഓവറോൾ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയതേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് 7th ഡേ റിസൾട്ട് വന്നു. ഞാൻ 7.5 എന്നൊരു സ്കോർ എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നിങ്ങനെ ഞാൻ വിചാരിച്ചായിരുന്നു. എൻ്റെ മമ്മി അതേ സ്കോർ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്ന ദിവസം എനിക്ക് ഒരിക്കലും കിട്ടാതിരുന്ന 4 കിട്ടിക്കൊണ്ടിരുന്ന 6.5 വേണ്ടടുത്ത് 4 കിട്ടിക്കൊണ്ടിരുന്ന റീഡിങ് മൊഡ്യൂളിൽ എനിക്ക് മാതാവ് ഈശോയും 8 സ്കോർ തന്നെ മാതാവ് അനുഗ്രഹിച്ചു. അതേപോലെ എനിക്ക് ഓവറോൾ 7.5 സ്കോറുമാണ് തന്നേക്കുന്നത്.
അതിന് ഈശോയ്ക്ക് മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അതിനുശേഷം എൻ്റെ വിസ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി. ഓവറോൾ എൻ്റെ പ്രോസസ്സിങ്ങൊക്കെ ഭയങ്കര ഡിലേ ആയിരുന്നു. എനിക്ക് അഡ്മിഷൻ കിട്ടാനും ഓഫർ ലെറ്റർ വരാനും ലോൺ എടുക്കാനൊക്കെ ഒരുപാട് ഡിലേ ആയിരുന്നു. എൻ്റെ കോഴ്സ് ഫെബ്രുവരി 3 തുടങ്ങായിരുന്നത്. ഞാൻ ജാനുവരി 2 ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓൾറെഡി ലേറ്റ് ആയിരുന്നു. അപ്പം ആ സമയം ഫെബ്രുവരിയിൽ അപ്രൂവ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും ജൂലൈയിലുള്ള ഇൻടേക്കിൽ പോകാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷേ എൻ്റെ ഫെബ്രുവരി 3 ക്ലാസ് കഴിയുന്ന ഡേറ്റും കഴിഞ്ഞു. മാർച്ചായിട്ടും എനിക്ക് വിസ വന്നിട്ടില്ല, ഒരു അപ്ഡേറ്റും എനിക്ക് വരുന്നില്ല. കൂടാതെ ഏജൻസിയിൽ നിന്ന് എൻ്റെ ആപ്ലിക്കേഷൻ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ വരാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, വിസ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. അങ്ങനെ മാർച്ച് ആയപ്പം നോമ്പിൻ്റെ സമയത്ത് ഞാനും എൻ്റെ ആൻറ്റിയും കൂടെ ഒരു 10 ദിവസത്തേക്ക് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, 10ാം ദിവസം കഴിയുന്നതിന് എനിക്ക് എന്തായാലും ഒരു റിപ്ലൈ മാതാവ് തരുമെന്ന് ഞാൻ ആൻറ്റി ഇങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ മാർച്ച് 18-ാം തീയതിയുള്ള ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. കാരണം അത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും ചോദിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അന്ന് ഒരുപാട് ഞാൻ മാതാവിനോടും ഈശോയോടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പം എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വന്നു. എൻ്റെ കണ്ടീഷണൽ വിസ എനിക്ക് അപ്രൂവ്ഡ് ആയിട്ടെന്ന് പറഞ്ഞ് കോൾ വന്നു. അപ്പം ആക്ച്വലി ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. പക്ഷേ അതിനകത്ത് 2 കണ്ടീഷൻസാണ് അവർ പറഞ്ഞത്. പുതിയ ഓഫർ ലെറ്റർ സബ്മിറ്റ് ചെയ്യാനും അതേപോലെ ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ് പേ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പുതിയ ഓഫർ ലെറ്ററിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴാണ്, അത് കോളേജിൽ നിന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇനി എനിക്ക് ഈ വർഷം 2025 എനിക്ക് വേറൊരു ഇൻടേക്ക് ഇല്ല. ഒറ്റ ഇൻടേക്ക് എൻ്റെ ഒരു BSW എന്ന കോഴ്സിന് ആ യൂണിവേഴ്സിറ്റിയിലുള്ളൂ. അപ്പോൾ ഇനി എനിക്ക് നെക്സ്റ്റ് 2026 ഫെബ്രുവരി വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം ഞാൻ ഒരു വർഷം തന്നെ ഓൾറെഡി പോയതിന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, പ്രോസസ്സിങ്ങൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഒരു വർഷം കൂടെ പോരുമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നെക്സ്റ്റ് ഡേ എനിക്ക് മാർച്ച് 19 എനിക്ക് കണ്ടീഷണൽ വിസ അപ്രൂവ് ആവുന്നത്. നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ സാധാരണ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം എണീക്കാറുണ്ട്. അപ്പം 4:30 ആയപ്പോൾ ഞാൻ തന്നെ എണീറ്റു. എൻ്റെ തലയുടെ സൈഡിൽ ഇങ്ങനെ ആരോ കൊട്ടുന്ന പോലെ ഇങ്ങനെ തോന്നി. ഞാൻ തന്നെ എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഫോണിലൊരു കോൾ വന്നു. എൻ്റെ കസിൻസ് ന്യൂസിലൻഡിലുണ്ട്. അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ കരയണ്ട, ഒരു വർഷം നിനക്ക് കിട്ടിയത് ഭാഗ്യം തന്നെയാണ്, മാതാവ് തന്നതെന്ന് വിചാരിച്ചാൽ മതി. കാരണം ആ ഒരു 1 ഇയർ എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു അവസരമായിട്ടാണ് തന്നേക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ എനിക്കത് മൂവ് ഓൺ ചെയ്യാനായിട്ട് എനിക്ക് ഹെൽപ്പായി. അങ്ങനെ നെക്സ്റ്റ് കടമെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ് പേ ചെയ്ത് എൻ്റെ റെസീറ്റ് കൊടുക്കണമായിരുന്നു. അപ്പം 2026 ഇൻടേക്കിന് ബാങ്കിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഇൻടേക്കിന് അത്രയും നേരത്തെ അവർ ലോൺ എമൗണ്ട് വിത്ഡ്രോ ചെയ്യാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പം ബ്രാഞ്ച് ഓഫീസിൽ നിന്നപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും കൂടെയിട്ട് കോഴിക്കോടുള്ള ഹെഡ് ഓഫീസിൽ പോകുന്ന വഴി മൊത്തം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. കാരണം ഇനിയൊരു തടസ്സം കൂടെ വരല്ലേ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാനവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഓഫീസർ ഭയങ്കര കൂളായിട്ടാണ് എന്നോട് സംസാരിച്ചത്. എൻ്റെ മോൻ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, മോൾ ടെൻഷൻ അടിക്കേണ്ട, ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ശരിയായി. അതിൻ്റെ പേപ്പേഴ്സൊക്കെ സബ്മിറ്റ് ചെയ്തു. അപ്പം എനിക്ക് ഇമിഗ്രേഷൻ മെയിൽ വന്നു, എൻ്റെ വിസ ഹോൾഡ് ചെയ്ത് വെക്കുവാണ്, ഇനിയും 2026 ഇൻടേക്കിൻ്റെ സമയമാകുമ്പോഴത്തേക്കും എനിക്ക് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏപ്രിലിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഇത്തിരി കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും എന്നെ മാതാവ് ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 29 ഞാൻ പുതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. അപ്പം എൻ്റെ ഇനിയൊരു അപ്ഡേറ്റ് എൻ്റെ വിസേനെ പറ്റിയിട്ട് ഒരു നവംബർ അല്ലെങ്കിൽ പോകാനുള്ള സമയമാകുമ്പോഴത്തേക്ക് വരുമെന്നാണ് ഞങ്ങളെല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഓഗസ്റ്റ് 29 വന്ന അന്ന് രാവിലെ 6:45 തന്നെ എനിക്ക് മെയിൽ വന്നു. എൻ്റെ കണ്ടീഷണൽ വിസ, അടുത്ത ലിവിങ് എക്സ്പെൻസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അടുത്ത കണ്ടീഷണൽ വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്ക് മാതാവ് ഈശോ എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നി, കാരണം അവരുടെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള പോലെ എനിക്ക് തോന്നി. അത് ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് ഉടമ്പടി പുതുക്കി പോയത്. അങ്ങനെ നവംബർ 9 ശേഷം അവരെല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ലിവിങ് എക്സ്പെൻസിൻ്റെ ഒക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. നവംബർ 12 ആയപ്പോൾ ഞങ്ങളതൊക്കെ അപ്ലോഡ് ചെയ്തു. ഒരു വീക്കിനുള്ളിൽ ഇനി എനിക്ക് ഫൈനൽ അപ്രൂവൽ കിട്ടുമെന്നാണ് ഏജൻസി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, ഇനി എനിക്കൊരു ഡിലേ തരരുത്, കാരണം ഞാൻ ഇപ്പോൾ 1.5 വർഷമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്, ഇനി എനിക്കൊരു ഡിലേ തരരുത് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എന്തായാലും തരണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ എനിക്ക് അറിയാവുന്ന ഒരു അച്ഛനെ കണ്ടപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഫൈനൽ സ്റ്റേജസിൽ കൂടെയാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ വിസ പ്രോസസ്സിംഗ് ഒക്കെ. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ കുർബാനയിൽ ഓർക്കാൻ മോളെന്ന് പറഞ്ഞു.
അങ്ങനെ നെക്സ്റ്റ് ഡേ സൺഡേ അച്ഛൻ കുർബാനയിൽ ഓർത്തു. ഞാൻ ഏറ്റവും ഭക്തിയോടെ ഞാൻ ആ കുർബാന സ്വീകരിച്ചു. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ ആയപ്പം ഒരു തോന്നൽ തോന്നി, ഏജൻസിയിലൊന്ന് വിളിച്ച് അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഒരാഴ്ച ആവുന്നൊരു സമയമാണ്. അപ്പം ഞാൻ ചോദിച്ചു. അവരെന്നോട് പറഞ്ഞു 2 മണിയാകുമ്പോൾ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2 മണിയായപ്പോൾ വിളിച്ചപ്പം എന്നോട് പറഞ്ഞു എൻ്റെ വിസ ഫുള്ളി അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അത് സംഭവിച്ചത് നവംബർ 17 അങ്ങനെ നെക്സ്റ്റ് ഡേ എനിക്ക് അവർ ഡോക്യുമെൻ്റ് അയച്ചു തന്നു. അന്ന് ഉടമ്പടിയാനം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ആ ഡോക്യുമെൻ്റ് തുറന്നു. എനിക്ക് എൻ്റെ മെയിലായിട്ട് എൻ്റെ കയ്യിൽ കിട്ടി. എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ഒരു 9th എന്നൊരു നമ്പറിലാണ്. കാരണം ഞാനിവിടെ വന്നത് ഓഗസ്റ്റ് 29 ഉടമ്പടി പുതുക്കാൻ വന്നു. ഫെബ്രുവരി 9 എൻ്റെ 2026 ക്ലാസ് തുടങ്ങുന്നത്. അതേപോലെ എനിക്ക് വിസയുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് നവംബർ 9 ആയിരുന്നു. അതേപോലെ ഞാനിപ്പം ടിക്കറ്റ് എടുത്തേക്കുന്നതും ഡിസംബർ 29 വേണ്ടിയിട്ടാണ്. ഞാൻ ഡിസംബർ 29 ന്യൂസിലൻഡിൽ പോവുകയാണ്. എനിക്ക് ആ ടിക്കറ്റ് എടുക്കുന്നതിലും ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവ് എന്തായാലും ഇടപെടണം, കാരണം എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു പൈസ ഇത്രയും എമൗണ്ട് ചിലവാക്കിപ്പിക്കരുതേ, മാതാവ് തന്നെ ടിക്കറ്റ് എടുത്തിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ എനിക്ക് മാതാവ് നല്ലൊരു റേറ്റിന് തന്നെ ഡിസംബർ 29 മാതാവ് ടിക്കറ്റ് എടുത്ത് തന്നു. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എൻ്റെ ഈശോയ്ക്ക് മാതാവിന് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ പാലിയേറ്റീവ് കെയറിൽ പോകുമായിരുന്നു, ഹോം കെയറിന് പോകുമായിരുന്നു. അപ്പം അവിടെ ചെല്ലുന്ന വീട്ടുകളിലൊക്കെ ഞാൻ പ്രായമായവരെയൊക്കെ കാണുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊരു നന്മ നിറഞ്ഞ് പറയുമ്പോൾ ചൊല്ലിയിട്ട് ഞാൻ ഇറങ്ങാറുള്ളൂ. അതേപോലെ പ്രേക്ഷിത പ്രവർത്തനം ആദ്യം ചെയ്യാൻ എനിക്ക് നല്ല മടിയായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അതൊരു നിയോഗമായിട്ട് വെച്ചു. അങ്ങനെ അത് പിന്നെ എനിക്ക് അത്തവണ നല്ലപോലെ ചെയ്യാൻ പറ്റി പ്രേക്ഷിത പ്രവർത്തനമൊക്കെ. പിന്നീട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഉടമ്പടിയെ പറ്റി ഒക്കെ പറഞ്ഞ് ഷെയർ ചെയ്ത് കൊടുക്കും. ഞാൻ നിത്യജീവനെ പറ്റി, എറ്റേണിറ്റിനെ പറ്റി ഞാൻ അത്യാവശ്യം കൺസേൺഡ് ആവാനും അതിനെപ്പറ്റി അവെയർ ആവാൻ തുടങ്ങിയത് ഞാൻ ഉടമ്പടി എടുത്തത് തന്നെയാണ്. പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയത് തന്നെയാണ്. അതുവരെ ഞാൻ അതിനെപ്പറ്റി അത്ര ശ്രദ്ധിച്ചിരുന്ന ഒരാളേ അല്ല. അപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ ലൈഫ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അതിൻ്റെ ഒരു എയിം എന്താണെന്നൊക്കെ എനിക്ക് നല്ലപോലെ മനസ്സിലായി. ഒരു ആവറേജ് ക്രിസ്ത്യനായിട്ട് പള്ളിയിൽ പോയി സദാപോലെ പ്രാർത്ഥിക്കുന്നതൊക്കെ നടന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പം എൻ്റെ സ്പിരിച്വൽ ലൈഫ് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഈ ഒരു ജനറേഷനിൽ പെട്ട പിള്ളേർക്കൊക്കെ ഇതൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര ഇതായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അതിന് എന്നെ മാതാവ് ഈശോയും തിരഞ്ഞെടുത്തതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. ആത്മീയമായിട്ട് ഞാൻ പള്ളിയിൽ ദിവസം കുർബാനയൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ പോകാനൊന്നുണ്ടായിരുന്നില്ല. ഞായറാഴ്ച മാത്രം പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ ദിവസം കുർബാന വെച്ചാലും എനിക്ക് പോകാൻ ഇൻട്രസ്റ്റാണ്. അതേപോലെ ജപമാല ഞാൻ അങ്ങനെ ചൊല്ലാറൊന്നും ഇല്ലായിരുന്നു, എനിക്കങ്ങനെ അറിയത്തില്ലായിരുന്നു. ജപമാല ചൊല്ലാൻ തുടങ്ങി. ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യവും ഞാൻ ഓരോരുത്തർക്ക് വേണ്ടി സമർപ്പിച്ച് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപയെ എനിക്ക് ഈശോ തന്നു. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സോണി രവീന്ദ്രൻ, ഞാൻ മാവേലിക്കരയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മോനാണ് അർജുൻ, ഇത് എൻ്റെ ഫ്രണ്ടാണ് ലീന. ഞാൻ നേഴ്സാണ്. അബുദാബിയിൽ മിലിറ്ററി ഹോസ്പിറ്റലിലാണ് നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു 15 വർഷമായിട്ട്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, മാതാവിൻ്റെ ഒരു അനുഗ്രഹത്താൽ OET എക്സാം പാസ്സാകാനും അതുവഴി അയർലൻഡിലേക്ക് പോകാനും എല്ലാം ഉള്ള കൃപയുണ്ടായി. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 ജൂൺ മാസത്തിലാണ്. എൻ്റെ മോന് ചെവിക്ക് ഒരു ഹിയറിംഗ് ലോസ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ സംസാരിക്കത്തില്ലായിരുന്നു. അപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ യൂട്യൂബിൽ ഒന്ന് പാട്ടും അതെല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് കൃപാസനത്തെ പറ്റിയിട്ട് ഞാനൊരു ഇത് കാണുന്നത്. അപ്പോൾ കൂടുതലായിട്ട് കൃപാസനത്തെ പറ്റി അറിയാനും എല്ലാം ഞാൻ കൂടുതലായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കാനും ജോസഫ് അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാനും എല്ലാം തുടങ്ങി. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് 2022 നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ 6 കാര്യങ്ങൾ എഴുതി, എല്ലാവരും എഴുതുന്നത് പോലെ എഴുതി. ഞാൻ എന്നിട്ട് ഇവിടുന്ന് 6 കാര്യങ്ങൾ എഴുതി തിരിച്ച് വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ കഴിവിനാൽ നടന്നതല്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ബൈ ഗ്രേസ് നടന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ഒരു മനുഷ്യനായിട്ട് എന്നാൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മാതാവ് എനിക്ക് നടത്തി തന്നു. അത് കഴിഞ്ഞിട്ട് OET പാസ്സായി, ഞാൻ അയർലൻഡിൽ പോയി. അത് കഴിഞ്ഞ് 1 ഇയറായി. ഇപ്പോൾ 9 മന്ത്സ് കഴിഞ്ഞ് ഞാനിപ്പോൾ
ഈ വർഷത്തെ ജപമാല റാലിക്ക് പങ്കെടുക്കാനായിട്ട് ഞാൻ 2022 ഉടമ്പടി എടുത്ത സമയത്ത് ഞാനിങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങളൊക്കെ എല്ലാവരും ജപമാല റാലിയുടെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ലോകത്ത് എവിടാണെങ്കിലും ജപമാല റാലി അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് വരാനായിട്ടുള്ള കൃപ തരണേന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ 25 അയർലൻഡിൽ നിന്ന് ഇവിടെ വന്നു ജപമാല റാലി. അപ്പോൾ ഞാൻ എങ്ങനെ വരുമെന്ന് എനിക്ക് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാനൊരു ഹിന്ദു ഫാമിലി എന്നുള്ളതാണ്. ഹസ്ബൻഡ് സപ്പോർട്ടില്ല, 3 മക്കളുണ്ട്. അപ്പം പിള്ളേരെ ഇട്ടിട്ട് ഇവിടെ ജപമാല റാലിക്ക് രാവിലെ വന്നാൽ വൈകിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാം. ബട്ട് എങ്ങനെ വരുമെന്ന് ഒരു ഉറപ്പില്ലാതെ നിൽക്കുന്ന സമയത്ത് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ ജപമാല റാലിക്ക് വേണ്ടി വന്നതാണ്, അപ്പോൾ എന്നെ അവിടെ എത്തിക്കണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്. 2 ദിവസത്തിന് മുന്നെയാണ് പുള്ളിക്കാരത്തിയെ പരിചയപ്പെട്ടത്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ജപമാല റാലിക്ക് പോയിട്ടുണ്ട്, എന്നെ ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ മോനും കൂടെ വന്ന് ഇവിടെ ജപമാല റാലിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി. കടൽ തീരത്ത് മുഴുവനും ചെരുപ്പിടാതെയാണ് ഞാൻ നടന്നത്. ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ജപമാല ചൊല്ലി ചെരുപ്പിടാതെ നടക്കും. എൻ്റെ മക്കൾ ഫാമിലി വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരിക്കലും കിട്ടത്തില്ല. ഒത്തിരി സപ്പോർട്ടിങ് ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം ചോദിക്കും. അങ്ങനെ ഞാൻ ഇവിടെ വന്നു ജപമാല റാലി അറ്റൻഡ് ചെയ്ത് 26 ഇവിടുന്ന് തിരിച്ച് അയർലൻഡിൽ പോയി ജോലിക്ക് കയറി. 30-ാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്ക് വിസ മെസ്സേജ് വന്നു. ഫാമിലി വിസ എല്ലാം റെഡിയായി. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഫുള്ള് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്ന് ഈ ജീവിതത്തിലുടനീളം എല്ലാ വർഷത്തിലും വന്ന് ജപമാല അറ്റൻഡ് ചെയ്യാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടന്നത്. മോനും അതുപോലെ നടന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. ഒരു വലിയ അനുഗ്രഹമായിരുന്നു അതിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 7 വർഷമായിട്ട് നടക്കാതിരുന്ന ഒരു സെറ്റിൽമെൻറ്റിൻ്റെ മണി, സൗദിയിൽ ജോലി ചെയ്താണ് ഹസ്ബൻഡ്. അപ്പോൾ അത് സെറ്റിൽമെൻറ്റിൻ്റെ മണി ഞങ്ങൾക്ക് 7 ഇയേഴ്സായിട്ട് അതിൻ്റെ പുറകെ ഒത്തിരി ട്രൈ ചെയ്തു. ബട്ട് ഒരിക്കലും അത് കിട്ടത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. ബട്ട് അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട്, അത്രയും ഒരു കൃപ, ജപമാല റാലിയിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രമാണ് ആ മണി 30th ഡയറക്റ്റ് ചെക്ക് ഞങ്ങൾ റിസീവ് ചെയ്യുമായിരുന്നു. അതൊരു ഭയങ്കര അനുഗ്രഹമാണ്. അതുപോലെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ, ഞാനൊരു നേഴ്സാണ്. നേഴ്സുമാരെന്ന് പറയുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഫാമിലി പ്രോബ്ലം ഉണ്ട്, അതുപോലെ ഡ്യൂട്ടിയുടെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങളുണ്ട്. എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചും നന്മ നിറഞ്ഞ മറിയമേ ഒരു ദിവസം എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ ചൊല്ലിക്കൊണ്ടാണ് ഡ്യൂട്ടിയുടെ ഇടയിലെല്ലാം നിൽക്കുന്നത്. മാതാവിൻ്റെ ഒരേ ഒരു അനുഗ്രഹം കൊണ്ട്, വിത്ത് ഗ്രേസ്, ഒരു മെറിറ്റും ഇല്ലാത്ത ഞാൻ അയർലൻഡിൽ പോയി നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി, എല്ലാ കാര്യങ്ങളും. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയതിന് ശേഷം ആരാ കാര്യങ്ങൾ നടത്തുന്നത്, നിൻ്റെ കൂടെ ആരാ ഉള്ളതെന്ന് എല്ലാവരും ചോദിക്കും. നിന്നെ ആരാ ഹെൽപ്പ് ചെയ്യുന്നത്, ആരാന്നറിയത്തില്ല. ആരോ ഗൈഡ് ചെയ്യുന്നത് പോലെ മനസ്സിലിരുന്ന് ആരോ പറയുക, നീ ഇത് ചെയ്യ്, നീ അത് ചെയ്യ്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഞാനിരുന്നു അമ്മേ മാതാവേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും ഒരു പോംവഴി അപ്പം തന്നെ ഉണ്ടാകും. ഞാൻ അയർലൻഡിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ ഒരു ദിവസം റൂമിൽ മുഴുവനും മഴവില്ല് കണ്ടു. അപ്പോൾ ആ ഒരു സമയത്ത് മഴവില്ല് കാണേണ്ട ഒരാവശ്യവും ഇല്ല. ബട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫുള്ള് മഴവില്ല, ആ റൂം മുഴുവൻ നിറഞ്ഞു നിൽക്കുമായിരുന്നു. എനിക്ക് പേടിയായി സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ ഓർത്തു ഇത്രയും മായാജാലമാണോ, എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ടിക്കറ്റ് എടുത്ത് ഞാൻ ജപമാല റാലിക്ക് ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഇവിടുന്ന് പത്രം ഫസ്റ്റ് ടൈം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയപ്പോൾ മേടിച്ചുകൊണ്ട് പോയി പത്രങ്ങളെല്ലാം, അന്ന് അബുദാബിയിലായിരുന്നു ബെഡ്, എന്നാലും ഷോപ്പിംഗ് മോളിലും അവിടെ ഇവിടെ എല്ലാം നടന്ന് എല്ലാവർക്കും പറഞ്ഞ് പത്രങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞ് അയർലൻഡിൽ നിന്ന് ലീവിന് വന്ന്, അയർലൻഡിൽ ഫസ്റ്റ് ടൈം പോകുന്ന സമയത്ത് ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രവും മലയാള പത്രവും എല്ലാം മേടിച്ച് കൊണ്ടുപോയി അവിടെയുള്ള ചർച്ചിലും ഷോപ്പിംഗ് മോളിലും എല്ലാം രാവിലെ ആകുമ്പോൾ ഓഫിൻ്റെ അന്ന് ഞാൻ അവിടെ ചെന്നിരിക്കും. വെളിയിൽ ഷോപ്പിംഗ് മോളിൻ്റെ വെളിയിൽ പോയിരിക്കും. അതുപോലെ ഇന്ത്യൻ എംബസിയൊക്കെ ഉണ്ട്, അതിൻ്റെ ബാധക്കൊക്കെ ചെന്ന് നിന്നിട്ട് മലയാളികളെ കാണുമ്പോഴത്തേക്ക് ഞാനത് കൊണ്ടുവന്നിട്ട് കൃപാസനം എന്ന് ചർച്ചുണ്ട് കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അമ്മയുടെ മഹത്വം പറഞ്ഞ് എനിക്കുണ്ടായ അനുഭവം പറഞ്ഞു കൊടുത്ത് തിരിച്ചു വരും. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ തിരിച്ചു വരുന്നത്. അപ്പോൾ എല്ലാവരോടും, നഴ്സുമാരോടും എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത്,
മാതാവിൻ്റെ മഹത്വമാണ്. ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് നിങ്ങൾ സാക്ഷ്യം പറയാനുള്ള അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും അമ്മ മാതാവ് നടത്തി തരും. ഞാൻ ഒരിക്കലും ഒരു മൈക്ക് പിടിച്ച് ഇങ്ങനെ കയറി ഇതിൽ നിന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. ബട്ട് മാതാവ് എനിക്ക് ധൈര്യം തന്നുകൊണ്ടിരിക്കുവാണ് ഇത് പറയാനായിട്ട്. എല്ലാ അനുഗ്രഹങ്ങളും തന്ന മാതാവിന് 1000 നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി ആൾക്കാർ ചികിത്സാ സഹായമൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാനതെല്ലാം GPay ചെയ്തിട്ട് കൊടുക്കും. ഹസ്ബൻഡിനും ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കും. പൈസ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും പൈസ ഇട്ട് കൊടുക്കും. പിന്നെ കാണുന്നവർക്ക് എനിക്ക് എന്ത് കൊടുക്കണം എന്ന് തോന്നിയാൽ അതെല്ലാം ആരെ കണ്ടാലും കൊടുക്കും. അപ്പോൾ ഹസ്ബൻഡാണെങ്കിലും വഴക്ക് പറയും. ചിലപ്പോൾ അവർക്കതൊന്നും ആവശ്യമില്ലായിരിക്കും, നീ എന്തിനാ വലിയ ആളായിട്ട് കൊടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, എനിക്ക് മാതാവ് തോന്നിപ്പിക്കുക. അവർക്ക് ചിലപ്പം നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരുന്നാലും ചിലപ്പോൾ ഉള്ളവർക്ക് പൈസയുടെ ആവശ്യം ചിലപ്പോൾ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യും. പിന്നെ എൻ്റെ ചേച്ചിയോട് പറഞ്ഞിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് ചെയ്യിക്കുന്നുണ്ട്. ഇത്രയെല്ലാമാണ് പുണ്യപ്രവൃത്തികൾ. പത്രങ്ങൾ വാങ്ങിച്ച് വിതരണം ചെയ്യും. പിന്നെ ഇതാണ്. ഇനിയിപ്പോൾ ഞാൻ അയർലൻഡിലേക്ക് തിരിച്ചു പോകുവാണ്. 2 ദിവസം കഴിയുമ്പോൾ 28-ാം തീയതി പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് പത്രങ്ങൾ, ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും എല്ലാം 3-4 കെട്ട് പത്രം വാങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുമെന്ന്. ജീവിതകാലം മുഴുവനും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.